കഴിഞ്ഞ വർഷം തെലുഗു ലാംഗ്വേജിൽ ഇറങ്ങിയ ഒരു മാജിക്കൽ ഫിക്ഷണൽ ത്രില്ലർ മൂവിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുജീത സന്ദീപ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു മാജിക്കൽ രീതിയിലൊക്കെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. പ്ലോട്ട് എന്ന് പറയുന്ന തുടക്കത്തിൽ കാണിക്കുന്നത് നായകനെ ഒരു ഒറ്റപ്പെട്ട മുറിയിലേക്ക് ആരോ പിടിച്ചുകൊണ്ട് വരികയാണ്. അവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന് മുകളിൽ ഒരു കറങ്ങുന്ന ഒരു ചക്രമുണ്ട്. ഇയാളുടെ നായകന്റെ അടുത്തേക്ക് വേറൊരാൾ വരികയാണ്. അയാൾ ഇവനോട് പറയുന്നത്, നിനക്ക് പഴയതൊന്നും ഓർമ്മ കാണില്ല, നിനക്ക് ഓർമ്മ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഈ ചക്രം കറങ്ങാൻ നേരം നായകന് ഓർമ്മ വരും. ഇങ്ങനെ ഒരു മാജിക്കൽ പരിപാടിയായിട്ടാണ് ഈ സിനിമയുടെ തുടക്കം കാണിക്കുന്നത്. പിന്നെ നായകൻ പറയുകയാണ്, ഈ ചക്രത്തിൽ നോക്കുമ്പോൾ അവൻ ഓർമ്മ വരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവൻ പറയുകയാണ്. ഇവൻ ചെറുപ്പത്തിൽ അനാഥനായിരുന്നു. അനാഥനായ ഇവന് ചെറുപ്പത്തിൽ ഒരു ശീലമുണ്ടായി, മറ്റുള്ളവരുടെ കത്തുകൾ വായിച്ചു നോക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അവൻ വളരുന്നതനുസരിച്ച് ആ ശീലവും വളർന്നു വരികയാണ്. അങ്ങനെ ഇവൻ ഒരു നാട്ടിലേക്ക് പോസ്റ്റ്മാനായിട്ട് ചെല്ലുകയാണ്. ഒരു നാട്ടിൽ ചെന്ന് അവൻ ജോലി അന്വേഷിച്ച് അവൻ അവിടുത്തെ പോസ്റ്റ്മാനാവുകയാണ്. അവിടെ ആളുകൾക്ക് വരുന്ന കത്തുകൾ ഇവൻ പൊട്ടിച്ചു വായിക്കുകയും അതിന് മറുപടി അയക്കാനും അതുപോലെ പല കാര്യങ്ങളിലും ഇവൻ ഇടപെടാൻ തുടങ്ങുകയാണ്. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സൂപ്പർ ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ ഒരു മാജിക്കൽ ഫിക്ഷണൽ രീതിയിലേക്ക് പോകുന്ന നല്ല ഒരു സിനിമയാണ്. ഇത് അധികം ആരും ഈ സിനിമ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കൂടുതൽ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ്. ഒരുപാട് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉള്ള, പക്ഷെ കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നല്ലൊരു വെറൈറ്റി, നമ്മൾ കാണാത്ത രീതിയിലുള്ള കൺസെപ്റ്റും കാര്യങ്ങളും ഇതിലെ മേക്കിങ്ങും സ്റ്റോറി പറയുന്ന രീതിയിൽ നോൺ ലീനിയർ ആയിട്ടും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ചില സീനുകളൊന്നും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. അവസാനമൊക്കെ ആകുമ്പോഴേ നമുക്ക് ഇതൊക്കെയാണ് എന്ന് മനസ്സിലാകത്തില്ല. ആ രീതിയിൽ പോകുന്ന ഒരു സൂപ്പർ മൂവിയാണ്. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ താല്പര്യം ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഐറ്റമാണ്. ഒന്ന് കണ്ടു നോക്കാം.